ദൈവജനമേ, എത്രയോ കപട ജീവിതങ്ങളുടെ മുഖംമൂടികളാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങളാൽ അനാവരണമാക്കപ്പെട്ടത് അനവധി തവണ വേദപുസ്തകത്തിൽ. ഇതാരും അറിയുന്നില്ല, കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് വിളമ്പിയ പല രഹസ്യങ്ങളും വെളിപ്പെടുമ്പോൾ ആരുടെ ജീവിതമാണ് കീഴ്മേൽ മറിയാതിരിക്കുക? ഒറ്റിക്കൊടുക്കുന്നവനെ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ ഹൃദയത്തിലൂടെ ഒരു ഇടിവാളാണ് കർത്താവ് കടത്തിവിട്ടത്. ഉചിതമായ മറുപടി ക്രിസ്തുവിൻ്റെ വചസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സന്ദർഭോചിതമായി സംസാരിക്കാൻ മനുഷ്യപുത്രന് കഴിഞ്ഞു. അവൻ്റെ വാക്കുകൾ എപ്പോഴും കരുണാസ്മരണവും ഹൃദ്യവുമായിരുന്നു. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് ക്രിസ്തു നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഒറ്റ ചോദ്യത്തിനുള്ള പത്രോസിൻ്റെ ഉത്തരം ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. ക്രിസ്തു വചനങ്ങളുടെ ആഴവും നീളവും വ്യാപ്തിയും മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. അഴിമതിയും അരാജകത്വവും ആഗോള അന്ധകാരവൽക്കരണവും ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ അഴിഞ്ഞാടുമ്പോൾ ഇതിനെയൊക്കെ ഒളിച്ചു വയ്ക്കാൻ നാം വാക്കുകൾക്ക് പരതുമ്പോൾ യേശുവിൻ്റെ വചനങ്ങൾ നമ്മിൽ നിന്നും എത്രയോ അകലങ്ങളിലാണ് നിലകൊള്ളുന്നത് എന്ന് തിരിച്ചറിയാം. സഹോദര സഹോദരി, എനിക്കാരുമില്ല എന്ന് തേങ്ങുന്നവർ, എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്ന് വിലപിക്കുന്നവർ, എനിക്ക് മാത്രം സുഹൃത്തുക്കളില്ല എന്ന് പരാതിപ്പെടുന്നവർ, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കുന്നവർ, എന്നെ ആരും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നവർ തന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക: എൻ്റെ സംസാരം എങ്ങനെയുള്ളതാണ്? അളന്ന് സംസാരിക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ അളവില്ലാത്ത വിധം ആനന്ദവും ആത്മസംതൃപ്തിയും സുഹൃത്തുക്കളും നമുക്കുണ്ടാകുമായിരുന്നു. അളന്ന് സംസാരിക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അനാവശ്യ അവസ്ഥകളിൽ നിന്നും, അസ്വസ്ഥകളിൽ നിന്നും നാം രക്ഷപ്പെടുമായിരുന്നു. സഹോദരങ്ങളെ, കൃത്യ സ്ഥലത്തും സമയത്തും ശ്രദ്ധാപൂർവം നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ലോകാവസാനത്തോളം അടങ്ങാത്ത നന്മയുടെ അലമാലകൾ ഉയർത്താൻ ആകും. ദൈവം നമ്മുടെ നാവിനെ ആശീർവദിക്കട്ടെ.